കാനായിലെ കല്യാണ വിരുന്നിൽ ഇന്നും ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. വീഞ്ഞു തീർന്നുപോയതും പരിശുദ്ധ അമ്മ ഈശോയോട് ആവശ്യപ്പെട്ടതും ഈശോ വെള്ളം വീഞ്ഞാക്കി മാറ്റിയതുമൊക്കെ ഈ വിരുന്നിലെ മണവാളൻ അറിഞ്ഞിരുന്നോ എന്നത്. മണവാളൻ ഒന്നും അറിഞ്ഞിരുന്നതേയില്ല. നമ്മുടെ ജീവിതത്തിലും ചില പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളുമൊക്കെ നമ്മൾ പോലും അറിയാതെ പരിഹരിക്കപ്പെടുന്നില്ലേ? നമ്മളൊന്ന് മാത്രം ചെയ്താൽ മതി. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഹൃദയത്തിലുമൊക്കെ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യം ഉണ്ടായാൽ മതി. നമ്മൾ പോലും അറിയാതെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഈശോയിലേക്കുള്ള പാതകളെന്നും മാതാവെനിക്കായി കാട്ടിത്തന്നു. പാപത്തിൽ വീഴാതെ നന്മ ചെയ്തിടും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു.